തീയുടെ അടുത്ത് പോയി ഒരു 2 മിനിറ്റ് നിന്നാൽ ചൂട് കാരണം നമുക്കുണ്ടാകുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പെയിൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ കാനഡയിൽ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ 30 സെക്കൻഡ് മതി അത് കിട്ടും. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയാം, ആ നാട്ടിലുണ്ടാകുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. അതുപോലെ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടായിരിക്കുമല്ലോ. പിന്നെ കുറച്ച് പേര് വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ പറഞ്ഞു നിന്നോട് കാനഡയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ശരിയാണ്, ഞാൻ എന്റെ ഇഷ്ടപ്രകാരം വന്നതാണ്. പക്ഷെ എന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണമല്ലോ. തണുപ്പ് ഇഷ്ടമെന്ന് പറയുന്നവർക്ക് പറ്റിയ കൺട്രിയാണിത്. അവരെ കൊണ്ടുവന്ന് 5 മിനിറ്റ് പുറത്ത് നിർത്തിയാൽ മതി, എല്ലാം മാറിക്കോളും. പ്രധാനപ്പെട്ട കാര്യം ഇത് പുറത്ത് മാത്രമാണ്. അകത്തേക്ക് കയറിയാൽ പിന്നെ സീനില്ല. വീട്ടിലും സ്റ്റോറിലും റെസ്റ്റോറൻറ്റ്സിലും ഒക്കെ നല്ല ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതുപോലെ ബസ്സിൽ പോകുന്നവർക്കൊക്കെയാണ് കൂടുതൽ. വണ്ടിയുള്ളവർക്ക് വണ്ടിയുടെ മുകളിൽ നിന്ന് മഞ്ഞ് പോലുള്ള ഒരു പ്രശ്നമാണ്. മഞ്ഞ് ഒക്കെയാണ് ഒരു 1-2 ആഴ്ച, പിന്നെ ഒരു 2 മാസത്തിന് ശേഷം പെയ്യുന്നുള്ളൂ. എന്നാ ഓക്കെ ആയിരുന്നു. ഇപ്പൊ 6-7 മാസം കണ്ടിന്യൂസ് ആയി പോകുമ്പോഴാണ് പ്രശ്നം. ഈ കട്ട പിടിച്ച മഞ്ഞിന് മുകളിൽ ചവിട്ടിയും ചാടിയും തുള്ളിയും നടക്കുമ്പോൾ ആർമി ക്യാമ്പിലേക്ക് പോയി ട്രെയിനിങ് നടത്തുന്ന ഒരു ഫീൽ. 1 കിലോയുള്ള ജാക്കറ്റും കൈ 2 പോക്കറ്റിലും മൂക്കും ബാഗും പിന്നെ ഈ ചാട്ടവും. റീൽസിൽ എവിടെ നോക്കിയാലും മഞ്ഞും ചാടിക്കളിക്കലും തുള്ളലും. ഇതിൽ ഞാനുള്ളവരടക്കം ഇതൊന്ന് തീർന്നു കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്.